നമ്മുടെ നാട്ടിലെ മുജാഹിദുകളും വഹാബികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ മുഅ്മിനീങ്ങളുടെ നന്മ മുടക്കുന്ന ആൾക്കാരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു മൂന്നാലെണ്ണം ഞാൻ കാണിച്ചു തരാം. വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നിട്ടും പള്ളി പോകാത്തവനൊന്ന് നിസ്കരിക്കാത്ത ആൾക്കാരെ കുറിച്ചിട്ട് പൊതുവേ നമ്മളൊക്കെ പറയാറുണ്ട്. മുജാഹിദ് മൗലവി വന്നിട്ട് ആൾക്കാരുടെ ജുമാ ഫസാദാക്കാണ്. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമാ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പെരുന്നാളാണ്. 29 മാസം കാണും, 20 ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. ആൾക്കാർ നിസ്കരിക്കുന്ന ജുമാ ഇല്ലാണ്ടാക്കൽ ഇയാൾ ചെയ്യണത്. എത്ര കാലമായി മുഅ്മിനീങ്ങൾ വെള്ളിയാഴ്ച പെരുന്നാൾ വന്നിട്ട് ജുമയും നിസ്കരിക്കുന്നുണ്ട്, പെരുന്നാളും നിസ്കരിക്കുന്നുണ്ട്. ഇനി അടുത്ത പെരുന്നാൾക്ക് എന്താക്കണം? ആ ജുമ ഒന്ന് ഇല്ലാണ്ടാക്കി കിട്ടണം. ഇനി രണ്ടാമത്തെ ഒന്ന് നോക്കിയാണ് മുഅ്മിനീങ്ങളുടെ നിസ്കാരം ഫസാദാക്കണ കാണിച്ചു തരാം. ഞങ്ങൾ 11 അധികം വർദ്ധിപ്പിക്കുമായിരുന്നില്ല എന്ന് ആയിഷ ബീവി പ്രത്യേകമായി പറഞ്ഞു. ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസാണ്. അതാണ് മൊത്തം നിസ്കാരം. അത് വിത്റായാലും തഹജ്ജുദായാലും ഒക്കെ ഈ നിസ്കാരത്തിന്റെ പേരാണ്. അത് ഉറങ്ങി എഴുതി നിസ്കരിച്ചാൽ തഹജ്ജുദ് എന്ന് പറയും. ഒറ്റയായി അവസാനിക്കുന്നത് കൊണ്ട് അതിന് വിത്ർ എന്ന് പറയും. രാത്രി ആയതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന് പറയും. റമളാനിലാകുമ്പോൾ ഖിയാമു റമളാൻ എന്ന് പറയും. വിശ്വാസികളായ മുഅ്മിനീങ്ങൾ പരിശുദ്ധ റമളാൻ വരുമ്പോൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനും കുറച്ച് താല്പര്യം കാണിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെങ്ങാനും ആൾക്കാർ കൂടുതൽ നിസ്കരിച്ചു പോയാലോ എന്നുള്ളൊരു വിഷമാണ് ഈ മൗലവിമാർക്കുള്ളത്. ആൾക്കാരുടെ നിസ്കാരം ഫസാദാക്കാണ്. ഇവർ പറയണത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലും അല്ലാത്തപ്പോഴും 11-നേക്കാളും കൂടുതൽ നിസ്കരിച്ചില്ല എന്ന്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക? 11 റക്അത്ത് തറാവിയാണെന്നും പറഞ്ഞ് നിസ്കരിക്കുക. അപ്പൊ ചങ്ങായിമാരെ 11-നേക്കാളും കൂടുതൽ നിസ്കരിച്ചില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇശാ നിസ്കരിക്കാറില്ലേ? ഇശാന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാറില്ലേ? അപ്പൊ എത്ര എല്ലാം കൂടി കണക്കൂട്ടാനും അറിയില്ലേ? മഹാന്മാരായ ഇമാമിങ്ങളും സഹാബത്തെ കിറാമൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന് 20 റക്അത്ത് തറാവി നിസ്കാരം, തഹജ്ജുദ് വേറെയും വിത്ർ വേറെയും, ഈ നിസ്കാരങ്ങൾക്ക് ശേഷം മുമ്പൊക്കെ ഉള്ള സുന്നത്ത് നിസ്കാരം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സുജൂദുകളും ഖുർആനോത്തുകളും നിസ്കാരങ്ങളും ഒക്കെ നടക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കി കിട്ടണം. അത് 8ക്കും 11ക്കും ആയിട്ടൊന്ന് ചുരുങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ട് മുഅ്മിനീങ്ങളുടെ നിസ്കാരം വരെ ഫസാദാക്കാണ് ഇവർ ചെയ്യണത്. ഇനി എന്തിനേറെ പറയണം? മനുഷ്യന്മാരുടെ നോമ്പ് തന്നെ ഫസാദാക്കാണ് ഇവര്. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ സമയം എണീറ്റ് വൈകിപ്പോയി എണീക്കാൻ, അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയതെങ്കിൽ നിങ്ങളത് കഴിച്ചിട്ട് നോമ്പെടുത്താൽ മതി. നോമ്പ് ഒഴിവാക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ അത്താഴം ഒഴിവാക്കല്ല വേണ്ടത്. അത് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ചെറിയ കുട്ടിക്കും അറിയുന്ന ഒരു സത്യമാണ് സുബഹിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്താഴം കഴിക്കൽ നിർത്തണമെന്ന്. ഈ മൗലവിമാര് പണ്ട് പഠിപ്പിച്ചത് എന്തെന്നറിയോ? ബാങ്ക് കൊടുത്താലും കുഴപ്പമില്ല, പ്ലേറ്റിൽ തീർന്നത് വരെ തിന്നണമെന്ന്. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങളുടെ നോമ്പൊക്കെ ഫസാദായി പോയി. ഇപ്പൊ ഒരു ബോധോദയം വന്നു, പുതിയ വഹി വന്നാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഒരു പറയണേ ബാങ്ക് കൊടുക്കണേനെ ഒരു 10 മിനിറ്റ് മുമ്പേ നിർത്തണം. എത്ര മുഅ്മിനീങ്ങളുടെ ആരാധനകളാണ് ഒരു ഫസാദാക്കണത്. ഇനി വേറൊന്ന് ഞാൻ കാണിച്ചു തരാം. വിത്റിൽ നമ്മളൊക്കെ ഓതുന്ന കുനൂത്ത് ഉണ്ടല്ലോ, അതും മുടക്കാണ്. ഇനി വിത്റിലെ കുനൂത്ത് സ്ഥിരപ്പെട്ടതാണോ? ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല, അത് ബിദ്അത്താണ്. വിത്റിൽ കുനൂത്ത് ഓതല്. ഈ ചങ്ങായി വേറൊരു മുജാഹിദാണ്, മുജാഹിദ് തന്നെ പെട്ട വേറൊരു വിഭാഗക്കാരനാണ്. ഇവർക്ക് എന്താകണം? ഇനി ആ വിത്റുള്ള കുനൂത്ത് ലോകത്തുള്ള മുഅ്മിനീങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആരാധന കർമ്മമാണ്. റമളാൻ 15 മുതൽ കഴിയോളം വിത്റിൽ കുനൂത്ത് ഓതും. അതൊന്നും മുടങ്ങി കിട്ടണം. അതിന് അതില്ല ഇതില്ല തെളിവില്ല. ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും തെളിവുണ്ട്, ഇമാമികൾക്കും തെളിവുണ്ട്, മുൻഗാമികൾക്കൊക്കെ തെളിവുണ്ട്. ഇവർക്ക് മാത്രം തെളിവില്ല എന്ന് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളുടെ ആ കുനൂത്തൊന്നും നിർത്തലാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇനി അടുത്തത് മുഅ്മിനീങ്ങളുടെ സക്കാത്ത് കൊളാക്കുന്നുണ്ടോ? ആ മഹല്ല് സംവിധാനങ്ങളിലും സക്കാത്ത് സെല്ലുകൾ ഉണ്ടാവും. അവിടെയാണ് നമ്മളിത് ഏൽപ്പിക്കേണ്ടത്. ഇവിടെ ഇനി അതിനൊന്നും നിങ്ങൾക്ക് സൗകര്യമില്ലാത്തതാണെങ്കിൽ ഇതിന് വളരെ ശാസ്ത്രീയമായ സംവിധാനമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കേരള സക്കാത്ത് സെല്ല് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഒരു സംഘടനയെ അവനവന്റെ സക്കാത്ത് ഏൽപ്പിക്കണമെന്ന് ഏത് ആയത്തിലും ഹദീസിലോ പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ ഇവർ സ്വന്തമായിട്ട് മെനഞ്ഞുണ്ടാക്കിയിട്ട് ആൾക്കാരുടെ സക്കാത്ത് കൊള്ളയടിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യുക. മുഅ്മിനീങ്ങളുടെ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ഇല്ലായ്മ ചെയ്യണം. ഇങ്ങനെ ഒരു സക്കാത്ത് പിരിവ് ഇസ്ലാമിലില്ല. ഒരു സംഘടനയെ സക്കാത്ത് ഏൽപ്പിക്കുകയും ആ സംഘടനയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഏതെങ്കിലും പാവപ്പെട്ടവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടി ഇസ്ലാമിലില്ല. സംഗതിക്ക് കാണുമ്പോൾ നല്ല സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നും. അതിന് നിങ്ങൾ സക്കാത്ത് പിരിക്കണ്ടല്ലോ, സ്വതക്ക വാങ്ങിക്കോളി, സ്വതക്ക വാങ്ങിട്ട് ചെയ്തോളി, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആളുകളുടെ സക്കാത്ത് കൊടുക്കേണ്ടുന്ന അവകാശികൾക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. അപ്പോഴേ ആ സക്കാത്ത് വിടുള്ളൂ. അതും എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിച്ച് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വഹാബികൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളെ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ.